ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് അങ്ങേയറ്റം സൂക്ഷ്മതയോടെ ഭയഭക്തിയോടെ തെക്കവയോടെ ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഹുബ്ബുർ റസൂൽ, പ്രവാചക സ്നേഹത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബയിലൂടെ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വന്തത്തെക്കാളും ഏറ്റവും അടുത്ത ബന്ധുക്കളെക്കാളും എല്ലാം അദമ്യമായ സ്നേഹം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുമായിട്ടുണ്ടാവണം എന്ന് വളരെ വ്യക്തമായി വിശദീകരിക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ ആ സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള മാർഗം ഇത്തിബാഉർ റസൂൽ, പ്രവാചക ചര്യ പിൻപറ്റുകയാകുന്നു എന്നും നാം മനസ്സിലാക്കുകയുണ്ടായി. ആ പ്രവാചക ചര്യ അനുസരിച്ചുകൊണ്ട്, പ്രവാചകൻ്റെ നടപടിക്രമങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, സുന്നത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ബാധ്യത എന്നും നമുക്ക് ബോധ്യപ്പെടുകയുണ്ടായി. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് പ്രവാചക ചര്യയുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ജനിച്ച് മരിക്കുന്നതിനിടയ്ക്ക് 63 വർഷങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ഈ 63 വർഷങ്ങൾക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു ജന്മദിനം അങ്ങനെ പ്രത്യേകം ആഘോഷിച്ചതായി നമുക്ക് കാണാൻ സാധ്യമല്ല. മാത്രമല്ല, അദ്ദേഹത്തിന് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിച്ച് 63-ാമത്തെ വയസ്സിൽ വഫാത്താകുന്നതിനിടയ്ക്കുള്ള 23 വർഷക്കാലത്തെ പ്രവാചക കാലഘട്ടത്തിലും നമുക്കത് കാണാൻ സാധ്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷം ഖുലഫാഉർ റാഷിദുകളുടെ കാലഘട്ടവും ആദ്യ നൂറ്റാണ്ടുകളിൽ സ്വഹാബിമാരുടെ കാലഘട്ടവും ഒക്കെ പരിശോധിച്ചാൽ അവിടെയൊന്നും അങ്ങനെ ഒരു പ്രത്യേകത നൽകപ്പെട്ടുകൊണ്ട് റബീഉൽ അവൽ മാസത്തിനൊരു സവിശേഷത കൽപ്പിക്കുകയോ പ്രത്യേകമായ മതചടങ്ങുകൾ നിർവഹിക്കുകയോ ചെയ്തതായി നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കിയത് മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ ഫഹുവ റദ്ദുൻ, ഈ മതത്തിൽ പുതുതായി നിർമ്മിക്കപ്പെട്ട ചേർക്കപ്പെട്ട കാര്യങ്ങൾ തള്ളപ്പെടേണ്ടതാകുന്നു എന്ന റസൂലുള്ളാഹിയുടെ കൽപ്പനയാണ് ഇവിടെ നമുക്ക് അനിവാര്യമായി സ്വീകരിക്കാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് പ്രവാചകൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട്, നമ്മുടെ റോൾ മോഡൽ പ്രവാചകനാകുന്നു എന്ന് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു വിശദീകരണം എന്ന നിലയ്ക്ക് ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഉണർത്താനാണ് ഉദ്ദേശിക്കുന്നത്. പ്രവാചകനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിയോഗത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമുക്ക് വിശദീകരിച്ചിരുന്നത് കാണാൻ സാധിക്കും.
21-ാമത്തെ അധ്യായം സൂറത്തുൽ അംബിയായിലെ 107-ാമത്തെ വചനം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നിന്നെ നാം അയച്ചിട്ടില്ല ലോകർക്ക് മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ എന്നാണ്. ഈ ആയത്തിലെ 2 പരാമർശങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഇവിടുത്തെ അള്ളാഹുവിൻ്റെ പ്രയോഗം മാ എന്നും ഇല്ല എന്നും ചേർത്തുകൊണ്ടുള്ള പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ നിന്നെ നാം കാരുണ്യം ആയിക്കൊണ്ടല്ലാതെ അയച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത് തന്നെ കാരുണ്യത്തോടു കൂടിയാകുന്നു എന്ന് ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, ഈ ആയത്തിൻ്റെ അവസാനം ലിൽ ആലമീൻ, ലോകർക്ക് എന്നാണ്, സർവ്വലോകത്തിനും എന്നാണ്. നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. നമ്മൾ ദിവസം 17 പ്രാവശ്യം നിർബന്ധമായി ചൊല്ലാറുള്ള സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ പടച്ച തമ്പുരാനാണ് സർവ്വസ്തുതിയും എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അൽ ആലമീൻ എന്നതിൻ്റെ അർത്ഥം നമുക്കൊക്കെ അറിയാം. ആ സർവ്വലോകത്തിനും കാരുണ്യമാകുന്നു എന്നാണ്. മനുഷ്യർക്ക് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഒരു പ്രത്യേക സമൂഹത്തിന് മാത്രമല്ല, ഒരു കാലഘട്ടത്തിനു മാത്രമല്ല, മറിച്ച് സർവ്വലോകത്തിനും കാരുണ്യമാണ് പ്രവാചകൻ. ആ കാരുണ്യമായിക്കൊണ്ടല്ലാതെ പ്രവാചകനെ നാം നിയോഗിച്ചിട്ടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു അറിയിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരുപാട് എതിർപ്പുകളുണ്ടായി. പ്രവാചകൻ ഒരുപാട് പരിഹാസങ്ങളിൽ ഏൽക്കേണ്ടി വന്നു, മർദ്ദനങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായി. ഈ തരം കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് നമുക്ക് ഖുർആൻ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. സൂറത്തുൽ അൻഫാലിലെ 8-ാമത്തെ അധ്യായത്തിലെ 33-ാമത്തെ വചനം. അവിടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നതാണ്, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നീ അവരിൽ ഉണ്ടായിരിക്കെ അള്ളാഹു ഒരിക്കലും അവരെ ശിക്ഷിക്കുകയില്ല എന്നാണ്. മുൻ കഴിഞ്ഞു പോയ പല പ്രവാചകന്മാരുടെയും കാലഘട്ടം നമുക്കറിയാം. പ്രവാചകന്മാർ അവരുടെ സമൂഹത്തിനെതിരെ പ്രാർത്ഥിക്കേണ്ടി വന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല പ്രവാചകന്മാരുടെയും പ്രബോധനം സ്വീകരിക്കാതെ വന്ന സമൂഹങ്ങളെ ഈ ലോകത്ത് നശിപ്പിക്കപ്പെട്ട ചരിത്രമുണ്ടായിട്ടുണ്ട്. ആദ് ഗോത്രത്തിൻ്റെയും സമൂദ് ഗോത്രത്തിൻ്റെയും നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഒക്കെ ജനതയുടെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരിൽ ഉണ്ടായിരിക്കെ ഒരിക്കലും അവരുടെ ശത്രുക്കൾക്കെതിരെ, അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾക്കെതിരെ ഒരു ശിക്ഷ പടച്ച തമ്പുരാൻ ഇറക്കില്ല എന്ന് അള്ളാഹു അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ ഭൗതികമായ അത്തരത്തിലുള്ള ശിക്ഷ പല സമൂഹങ്ങൾക്കും സമുദായങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ജീവിച്ചിരിക്കെ അദ്ദേഹത്തിൻ്റെ എതിരായി പ്രവർത്തിക്കുന്ന ശത്രു വിഭാഗങ്ങൾക്കെതിരെ പോലും അള്ളാഹു ഒരു ശിക്ഷാ നടപടി സ്വീകരിക്കുകയില്ല എന്ന് പറയുമ്പോൾ പ്രവാചകൻ അവിടെ ജീവിച്ചിരിക്കുന്നത് തന്നെ എല്ലാവർക്കും കാരുണ്യമായിരുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്നതിൻ്റെ യാഥാർത്ഥ്യമാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇനി നമ്മൾ പരിശോധിച്ച് നോക്കൂ, പ്രവാചകൻ കടന്നു വന്ന സമൂഹം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ആ സമൂഹത്തിലേക്ക് പ്രവാചകൻ കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ്? പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ആ നാട്ടിലെ അംഗീകാരമുള്ള മനുഷ്യനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പരിശോധിക്കേണ്ടതാണ്. 40-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് നുബുവത്ത് ലഭിക്കുന്നത്. ആ 40 വയസ്സിൽ നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പേ തൻ്റെ നാട്ടുകാരും കുടുംബക്കാരും ഗോത്രക്കാരും വർഗക്കാരുമൊക്കെ അദ്ദേഹത്തെ വിളിച്ചിരുന്ന ഓമനപ്പേരെന്തായിരുന്നു എന്ന് നമുക്ക് സുപരിചിതമാണ്. അൽ അമീൻ എന്നാണ്, വിശ്വസ്തൻ എന്നാണ്. അപ്പോൾ എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്ന മനുഷ്യനായിരുന്നു എന്നാണ്. തൻ്റെ നാട്ടിൽ ജീവിക്കാൻ നിർവാഹമില്ലാതെ നാട് വിട്ടുകൊണ്ട് മദീനയിലേക്ക് പലായനം നടത്തേണ്ടി വന്ന സന്ദർഭത്തിൽ ശത്രുക്കളായിരിക്കുന്ന ആളുകൾ തന്നെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്ന അമാനത്തുകൾ അവർക്ക് തിരിച്ചു കൊടുക്കുവാൻ വേണ്ടി അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ ഹിജറ പോയത് എന്നത് ആ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? അൽ അമീൻ എന്നുള്ളത് പ്രവാചകനാകുന്നതിന് മുമ്പും പ്രവാചകനായതിനു ശേഷവും അദ്ദേഹം എങ്ങനെ കാത്തു സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ മാതൃക പരിശോധിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവ മഹിമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, 25 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനായ മുഹമ്മദ് ആ നാട്ടിലെ അന്നത്തെ സാമൂഹ്യ അന്തരീക്ഷം വെച്ച് പരിശോധിച്ച് നോക്കിയാൽ കഅബയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രവാചകനാകുന്നതിന് മുമ്പാണ്. ആ കഅബയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഹജറുൽ അസ്വദ് ആരെടുത്തു വെക്കണം എന്നത് ഗോത്രങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. നമ്മൾ പരിശോധിച്ച് നോക്കൂ, അന്നത്തെ സാമൂഹ്യ സംവിധാനം അനുസരിച്ചുകൊണ്ട് ഒരു നൂറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന് ആ ഒരു അഭിപ്രായ വ്യത്യാസം മാത്രം ഉണ്ടായാൽ മതി.
ഗോത്രമഹിമയുടെ പേരിൽ പരസ്പരം പോരടിക്കുന്ന ചരിത്രമാണ് അറബികളുടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. പക്ഷേ അവിടെ ആ 25 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനായ മുഹമ്മദ് കടന്നു വന്നുകൊണ്ടാണ് വളരെ രമ്യമായി ആ പ്രശ്നം പരിഹരിക്കുകയും എല്ലാ ഗോത്രക്കാർക്കും സമ്മതമായ നിലക്ക് ആ പ്രവർത്തനം നിർവഹിക്കപ്പെടുകയും ചെയ്തത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചത് റസൂലുള്ളാഹി പ്രവാചകനാകുന്നതിന് മുമ്പ് പോലും ആ സമൂഹത്തിന്റെ അംഗീകാരമുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി ആ ജനങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം സൂറത്ത് യൂനുസിലെ 16-ാമത്തെ വചനത്തിൽ അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു നോക്കൂ, നമ്മൾ ഫഖദ് ലബിസ്തു ഫീകും ഉംറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. പ്രവാചകത്വം ലഭിച്ചു, എതിർപ്പുകളുണ്ടായി, മർദ്ദനങ്ങളുണ്ടായി, ബഹിഷ്കരണങ്ങളുണ്ടായി, പീഡനങ്ങളുണ്ടായി. ഇത്തരം സന്ദർഭത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്റെ ജനങ്ങളോട് ചോദിക്കുകയാണ്, ജനങ്ങളെ, ഞാൻ നിങ്ങളോടൊപ്പം ഇതിനു മുമ്പ് കുറെ കാലം ജീവിച്ചിട്ടുണ്ടല്ലോ. 40 വർഷക്കാലത്തെ എൻ്റെ ജീവിതാനുഭവങ്ങൾ നിങ്ങളുമായിട്ടുണ്ടല്ലോ. ഞാൻ പുറത്തു നിന്ന് കടന്നു വന്ന പ്രവാചകനല്ല, ഇറക്കുമതി ചെയ്യപ്പെട്ട പ്രവാചകനല്ല, മറിച്ച് നിങ്ങളോടൊപ്പം 40 വർഷക്കാലം നിങ്ങളുടെ നാട്ടുകാരൻ, നിങ്ങളുടെ കുടുംബക്കാരൻ, നിങ്ങളുടെ ഗോത്രക്കാരൻ, നിങ്ങളുടെ വർഗക്കാരൻ നിങ്ങളോടൊപ്പം ജീവിച്ച ആ അനുഭവ സമ്പത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രവാചകൻ ചോദിക്കുന്നത്, ഫഖദ് ലബിസ്തു ഫീകും ഉംറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ബുദ്ധി കൊടുത്ത് ചിന്തിക്കാത്തത്? നമ്മൾ ആലോചിച്ച് നോക്കൂ. ആ 40 വർഷക്കാലത്തെ അനുഭവങ്ങളിൽ പ്രവാചകനെ കുറിച്ച് അവർക്ക് ആക്ഷേപം പറയാനുണ്ടായിരുന്നില്ല. പ്രവാചകന്റെ ജീവിതത്തിലെ നിർണായകമായ സന്ദർഭം, അദ്ദേഹം ഹിറാ ഗുഹയിൽ വെച്ച് ജിബീൽ അലൈഹിസ്സലാം കടന്നു വരികയും വഹി ലഭിക്കുകയും ചെയ്യുന്നു. വഹി ലഭിച്ചുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു. സുദീർഘമായ ഹദീസ് ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സന്ദർഭം വിശദീകരിച്ചുകൊണ്ട്. ആ സന്ദർഭത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന കാര്യം നമ്മൾ പരിശോധിച്ചു നോക്കൂ. സമ്മിലൂനി എന്നെ പുതപ്പിട്ട് മൂടൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് തന്റെ പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ അവരെ പുതപ്പിട്ട് മൂടുകയും സമാശ്വസിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നമ്മൾ പരിശോധിച്ചു നോക്കൂ. കല്ല വല്ലാഹി ലാ യുഖ്സിഖല്ലാഹു അബദ. അല്ലാഹു താങ്കളെ ഒരിക്കലും നിന്ദിക്കുകയില്ല. എന്തേ കാരണം? ഇന്നക ലയതസിലുർ റഹം, അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നവരാണ്. വതഅമിലുൽ കൽ, മറ്റുള്ളവരുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അത് പരിഹരിച്ചു കൊടുക്കുന്നവനാണ്. വതക്സിബുൽ മഅദൂം, അതുപോലെ തന്നെ നിരാലംബരായിരിക്കുന്ന ആളുകൾക്ക് വേണ്ട സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവനാണ്. അതുപോലെ തന്നെ അതിഥികളെ ആദരിക്കുന്നവനാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, അവകാശം നിഷേധിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ ഒരുക്കി കൊടുക്കുന്നവനാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇതെപ്പോഴാ പറയുന്നത്? ആരാ പറയുന്നത്? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് ഉള്ള ആ അനുഭവം വെച്ചുകൊണ്ടാണ്. പ്രവാചകത്വം ലഭിച്ച് എന്നെ പുതപ്പിട്ട് മൂടൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന തൻ്റെ പ്രിയധമനെ ഖദീജ റളിയല്ലാഹു അൻഹ സ്വീകരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ വാക്കുകൾ പറയുന്നത്. അങ്ങ് എത്ര മാന്യനാണ്, എത്ര മാന്യനായ വ്യക്തിയുടെ പുത്രനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കുകയാണ് റസൂലുള്ളാഹി ചെയ്ത നല്ല കാര്യങ്ങൾ. അങ്ങ് ആളുകൾക്ക് ഉപകാരം ചെയ്യുന്നു, ആളുകളുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കുന്നു, അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു കൊടുക്കുന്നു, അതിഥികളെ ആദരിക്കുന്നു, അങ്ങനെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നു. ഇങ്ങനെയുള്ള എല്ലാ ബന്ധങ്ങളും ചേർക്കുന്ന, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനാണ് താങ്കൾ എന്നതുകൊണ്ട് അള്ളാഹു നിങ്ങളെ ഒരിക്കലും നിന്ദിക്കുകയില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ. 25 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനായ മുഹമ്മദ് 40 വയസ്സ് പ്രായമുള്ള ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാനുള്ള കാരണം എന്തായിരുന്നു? ആ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? അവിടെയും നമുക്ക് ബോധ്യപ്പെടുന്ന എന്താണ്? അദ്ദേഹത്തെ ഒരു കച്ചവട യാത്രയിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു ഖദീജ. വർത്തക പ്രമുഖയായിരുന്ന ഖദീജ ഒരു ചെറുപ്പക്കാരനായ മുഹമ്മദിനെ വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചു. ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ, അദ്ദേഹത്തിന്റെ സത്യസന്ധതയും വിശ്വസ്തതയും ബോധ്യപ്പെട്ടപ്പോഴാണ് ഖദീജ മുഹമ്മദുമായിട്ട് വിവാഹാലോചന നടത്തുന്നത്. നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? അപ്പൊ എവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? വളരെ കൃത്യമായിരുന്നു. പ്രവാചകന്റെ ആ വ്യക്തിത്വം എത്ര മഹത്തരമായിരുന്നു, പ്രവാചകനാകുന്നതിന് മുമ്പ് പോലും എന്ന് നമുക്ക് ഇത്തരം സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി പ്രവാചകനായതിനു ശേഷമുള്ള അവസ്ഥ നമ്മൾ പരിശോധിച്ചു നോക്കൂ. അവിടെ പ്രവാചകനായതിനു ശേഷം അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി അവിടെ ഓർമ്മപ്പെടുന്നതായി കാണാൻ സാധിക്കും. നീ ഉത്തമ സ്വഭാവത്തിന്റെ ഉടമയാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്ന ഒരേ ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയാണ്. അവിടെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അവിടെ കൃത്യമായി സൂറത്തുൽ ഖലമിൽ ഇന്ന് വളരെ കൃത്യമായി പറയുന്നു, നീ ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമയാകുന്നു എന്നുള്ളതാണ് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ഇനി ആ പ്രവാചകന്റെ സ്വഭാവത്തെ സംബന്ധിച്ചിടത്തോളം വിശദീകരിക്കുന്ന മറ്റു കാര്യങ്ങൾ,
ധാരാളം ആയത്തുകളും ഹദീസുകളും നമുക്ക് ബോധ്യപ്പെടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കുറിച്ച് അള്ളാഹു പറയുന്നു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്താൽ, ലിൻതലഹും, നീ അവരോട് വളരെ സൗമ്യമായി പെരുമാറുന്നവനായി, വലൗ കുൻത ഫല്ലൻ ഖലീലൽ ഖൽബ്, നീ പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ ലം ഫല്ലൂ മിൻ ഹൗലിക, അവർ നിന്റെ അടുത്തു നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുമായിരുന്നു. ഫഅഫു അൻഹും, നീ അവർക്ക് മാപ്പ് കൊടുക്കുക. വസ്തഗ്ഫിർ ലഹും, നീ അവർക്ക് വേണ്ടി പാപമോചനം തേടുക. വശാവിർഹും ഫിൽ അംരി, കാര്യങ്ങൾ അവരുമായി കൂടിയാലോചിക്കുക. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, കാര്യങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനമെടുത്താൽ അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തവക്കിലീൻ, അള്ളാഹു അങ്ങനെ തവക്കുലാക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നവനാകുന്നു എന്നാണ് അറിയിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സ്വഭാവ മഹിമയെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ഇവിടെ അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്ന നോക്കൂ, വബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, പ്രവാചകനുണ്ടാകുന്ന ആ കാരുണ്യം അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ലഭിച്ചതാണ്. അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യ നിമിത്തം നീ അവരോട് വളരെ സൗമ്യമായി പെരുമാറുന്നവനായി. നീ പരുഷ സ്വഭാവിയായിരുന്നു, കഠിന ഹൃദയനായിരുന്നു എങ്കിൽ ജനങ്ങൾ നിന്നിൽ നിന്ന് അകന്നു പോകുമായിരുന്നു. എന്നിട്ടാണ് അള്ളാഹു അവിടെ വിശദീകരിക്കുന്നത്, നീ അവർക്ക് മാപ്പ് കൊടുക്കണം, അവർക്ക് വേണ്ടി പാപമോചനം തേടണം. ഇതൊക്കെ ആരെക്കുറിച്ചാണ് പറയുന്നത്, ആരോടാണ് പറയുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. പ്രവാചകൻ എതിർത്തിരുന്ന ശത്രുക്കൾ, ആ ശത്രുക്കളോടുണ്ടായിരുന്ന ആ സമീപനത്തിൽ പ്രവാചകൻ അവിടെ സ്വീകരിച്ചിരിക്കുന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആലോചിച്ച് നോക്കൂ, തായിഫിലേക്ക് പ്രവാചകൻ പലായനം നടത്തിയട്ടം ശക്തമായ എതിർപ്പുകൾ ഉണ്ടായി. പ്രവാചകന് മൂർച്ചയുള്ള കല്ലുകൾ കൊണ്ട് ഏറുകൊള്ളേണ്ടി വന്നു. പ്രവാചകന്റെ നെറ്റിത്തടത്തിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകുന്ന സന്ദർഭമുണ്ടായി. ആ സന്ദർഭം വിശദീകരിച്ചുകൊണ്ട് ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, വഹുവ യംസഹു ദമ അൻ വജ്ഹിഹി, തന്റെ മുഖത്തുണ്ടായിരുന്ന രക്തത്തിന്റെ പാടുകൾ, രക്തം അദ്ദേഹം തുടച്ചു കളഞ്ഞു. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, വയഖൂലു അല്ലാഹുമ്മഗ്ഫിർ ലിഖൗമി, പടച്ച തമ്പുരാനെ എന്റെ ജനതയ്ക്ക് നീ പുറത്തു കൊടുക്കണമേ. ഫഇന്നഹും ലാ യഅലമൂൻ, അവർ വിവരമില്ലാത്തവരാകുന്നു. അവരുടെ വിവരക്കേട് കൊണ്ട് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളുടെ പേരിൽ അവർക്കെതിരായി പ്രാർത്ഥിക്കാൻ ഞാൻ തയ്യാറല്ല. നാഥ, നീ അവർക്ക് പുറത്തു കൊടുക്കണമേ എന്ന് ശത്രുക്കൾക്ക് എതിരായി പ്രാർത്ഥിക്കാൻ വേണ്ടി സ്വഹാബികൾ ആവശ്യപ്പെടുമ്പോൾ മറിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രംഗമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സർവ്വലോകത്തിനും റഹ്മത്തായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല എന്ന അള്ളാഹുവിന്റെ ആ പ്രഖ്യാപനം എത്രമാത്രം ശക്തമായി നിലകൊള്ളുന്നു എന്ന് കാണാൻ സാധിക്കും. മറ്റൊരു സന്ദർഭം നമ്മൾ പരിശോധിച്ചു നോക്കൂ. ഖീല യാ റസൂലല്ലാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് പറയപ്പെട്ടു, ഇദ്ഉ അലൽ മുശ്രിക്കീൻ, മുശ്രിക്കുകൾക്കെതിരായി അങ്ങ് പ്രാർത്ഥന നിർവഹിക്കുക, ദുആ ചെയ്യുക എന്ന്. ഖാല, അപ്പോൾ പ്രവാചകന്റെ മറുപടി, ഇന്നി ലം ഉബ്അസ് ലആന, ഞാൻ ഒരിക്കലും നിയോഗിക്കപ്പെട്ടത് ശപിക്കുന്നവനായിട്ടല്ല, ലഅനത്ത് ചെയ്യുന്നവനായിട്ടല്ല, ശാപക്കാരനായിട്ടല്ല എന്നെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത്. വഇന്നമാ ബുഇസ്തു റഹ്മ, ഞാൻ നിയോഗിക്കപ്പെട്ടത് കാരുണ്യവുമായി കൊണ്ടാകുന്നു എന്നാണ്. അപ്പൊ കാരുണ്യമാണ് പ്രവാചകന്റെ മുഖമുദ്ര എന്ന് മുസ്ലിം രേഖപ്പെടുത്തിയിരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ശത്രുക്കൾക്കെതിരെ, തന്നെ മർദ്ദിച്ചിരുന്ന മുശ്രിക്കുകൾക്കെതിരെ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുമ്പോൾ ഞാൻ ശപിക്കുന്നവനായിക്കൊണ്ടല്ല നിയോഗിക്കപ്പെട്ടത്, ഞാൻ കാരുണ്യവുമായിട്ടാണ് നിയോഗിക്കപ്പെട്ടത് എന്നതായിരുന്നു പ്രവാചകന്റെ മറുപടി. നമ്മൾ പരിശോധിച്ചു നോക്കൂ, അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് നടപ്പാക്കിയിരുന്നു എന്ന് കാണാൻ സാധിക്കും. മറ്റുള്ളവരോടുള്ള പെരുമാറ്റം പോലെ തന്നെ മനുഷ്യരോട് മാത്രമല്ല, ജീവജാലങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം എന്തായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സന്ദർഭത്തിൽ ഒരു സ്വഹാബി വര്യൻ പക്ഷിക്കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുവന്ന്, കാരണം ജീവികളോട് പ്രവാചകനുള്ള സ്നേഹവും കാരുണ്യവും മനസ്സിലാക്കിയിട്ടാണ് ഏതാനും പക്ഷിക്കുഞ്ഞുങ്ങളെയുമായി പ്രവാചകന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നത്. പക്ഷേ പ്രവാചകൻ ആ പക്ഷിക്കുഞ്ഞുങ്ങളോടുള്ള സ്നേഹവും കാരുണ്യവും പ്രകടിപ്പിക്കേണ്ടത് അവയെ സ്വതന്ത്രമായി വിടാൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. ഏതൊരു ജീവിയും ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് അതിനെ സ്വതന്ത്രമായി വിടുക, ആ പക്ഷിയെപ്പോലും ബന്ധനസ്ഥരാക്കരുത് എന്ന് പഠിപ്പിക്കുകയാണ്. മറ്റൊരു സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കും, ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുന്ന ഹദീസാണ്. ഒരു മനുഷ്യൻ, ഒരു വിശ്വാസിയായ മനുഷ്യൻ വഴിയിലൂടെ കടന്നു പോകുന്നു. അദ്ദേഹത്തിന് ദാഹമുണ്ടായി. ദാഹം ശമിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ജലാശയത്തിൽ ഇറങ്ങി വെള്ളമെടുത്ത് വെള്ളം കുടിച്ചു, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് റാഹത്തായിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഒരു പട്ടി കടന്നു വരുന്നത്. ആ പട്ടി കടന്നു വരുമ്പോൾ അത് നാർക്ക് നീട്ടുകയും മണ്ണ് കപ്പുകയും ചെയ്യുന്നു. ഈ മനുഷ്യൻ ചിന്തിച്ചു, എനിക്ക് നേരത്തെ ദാഹമുണ്ടായിരുന്നു, വെള്ളം കുടിച്ചപ്പോഴാണ് എനിക്ക് ശമനമുണ്ടായത്. ഈ പട്ടിയും ദാഹം കൊണ്ടാണല്ലോ പ്രയാസം അനുഭവിക്കുന്നത്, മണ്ണ് കപ്പുകയും നാക്ക് നീട്ടുകയും ചെയ്യുന്നത്.
ആ മനുഷ്യൻ തൻ്റെ കയ്യിലിരിക്കുന്ന ഷൂ ഊരിക്കൊണ്ട് ഫനസലൽ ബിഅറ, കിണറ്റിലിറങ്ങി എന്നാണ്, ജലാശയത്തിൽ ഇറങ്ങി. ഫമലഅ ഹുഫഹു, അദ്ദേഹത്തിന്റെ ഷൂവിനകത്ത് വെള്ളം നിറച്ചു. മാഅൻ ഫസഖൽ ഖൽബ, എന്നിട്ട് നായക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്തു. ആ സന്ദർഭം വിശദീകരിച്ചുകൊണ്ട് ഫശഖറല്ലാഹു ലഹു ഫഗഫറ ലഹു, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു തൃപ്തിയോടുകൂടി സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ സ്വഹാബികൾ പ്രവാചകനോട് ചോദിക്കുകയാണ്, ഖാലൂ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, കുല്ലിദാത്ത് വഇന്ന ലനാ ഫിൽ ബഹായിമി അജ്റൻ ലഅജ്റൻ, അല്ല മൃഗങ്ങൾക്ക് പുണ്യം ചെയ്താൽ നമുക്ക് പ്രതിഫലം ലഭിക്കുമോ? ഇതായിരുന്നു സ്വഹാബികൾക്ക് അറിയാനുണ്ടായിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മറുപടി നോക്കൂ നമ്മൾ. അവിടെ പ്രവാചകൻ പറഞ്ഞു, ഫഖാല ഫീ കുല്ലി ദാതി കബ്ദിൻ റുത്ബ അജ്റുൻ, പച്ചക്കര ഏത് ജീവിക്ക് നിങ്ങൾ പുണ്യം ചെയ്താലും ഗുണം ചെയ്താലും അതിന് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും എന്ന് പഠിപ്പിക്കുകയാണ്. എത്ര വ്യക്തമാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, മനുഷ്യർക്ക് മുഴുവനും മാത്രമല്ല ലോകത്തിന് മുഴുവൻ കാരുണ്യമായിട്ടാണ് ഇറക്കപ്പെട്ടിരുന്നത് എന്നാണ്. കുട്ടികളോടുള്ള പ്രവാചകന്റെ സമീപനം നമ്മൾ പരിശോധിച്ചു നോക്കൂ. കുട്ടികളോട് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ പേരക്കുട്ടികൾ ഓടി വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ പേരക്കുട്ടിയെ എടുത്ത് തുരുതുര ചുംബിക്കുന്നു. ഐ ലവ് യു എന്ന് മക്കളോട് പറയല്ല, മക്കൾ അനുഭവിച്ചറിയുകയാണ് തൻ്റെ ഉപ്പാപ്പയുടെ സ്നേഹം. ആ പേരക്കുട്ടിയെ ചുടുചുടെ ചുംബിക്കുമ്പോൾ തൻ്റെ സമീപത്ത് വൃദ്ധനായിരിക്കുന്ന ഒരു സ്വഹാബി വരെ നിൽക്കുന്നു. അദ്ദേഹം അത്ഭുതത്തോടു കൂടി പ്രവാചകനെ നോക്കുന്നു. എന്താണ് പ്രവാചകൻ കാണിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുറെ കുട്ടികളുണ്ട്, ഞാൻ എൻ്റെ കുട്ടികളെ ഇന്ന് വരെ ചുംബിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രതികരണം എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ മനസ്സിൽ നിന്ന് അള്ളാഹു കാരുണ്യം എടുത്തു കഴിഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ്. നോക്കൂ, നമ്മുടെ കുട്ടികളെ ചുംബിക്കുന്നത് പോലും നമ്മുടെ മനസ്സുകളിൽ അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്ന കാരുണ്യത്തിന്റെ വശമാകുന്നു എന്ന് പഠിപ്പിച്ചിരിക്കുന്ന പ്രവാചകനെയാണ് നമുക്ക് അവിടെ ദർശിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുക. അഹ്സിനു ഇലാ ഔലാദിക്കും വഅൽസിമുഹും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമ്മളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് നന്മ ചെയ്യുക, നിങ്ങൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അവരിൽ ഒരാളായി അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ കളിക്കൂട്ടുകാരനായി നിങ്ങൾ മാറണം എന്നാണ്. പുരപ്പുറത്ത് നിൽക്കുന്ന ഒരു ഉപ്പയെ അല്ല, ഒരു ഉപ്പാപ്പയെ അല്ല, മറിച്ച് മക്കളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരോടൊപ്പം കളിച്ചും ചിരിച്ചും ജീവിച്ചുകൊണ്ട് അവരെ വേണ്ട രൂപത്തിൽ ഇടപെടുന്ന യാ ബുനയ്യ എന്ന പ്രയോഗം പോലും, എൻ്റെ കുഞ്ഞുമോനെ എന്ന സ്നേഹപൂർണമായ അഭിസംബോധന പോലും. ആ കുട്ടികൾക്ക് വേണ്ടി ഒട്ടകം കളിച്ചു കൊടുക്കുന്ന, മുട്ടുകുത്തി നടന്നു പോകുന്ന പ്രവാചകൻ. ഹസൻ ഹുസൈൻ എന്ന പേരക്കുട്ടികൾ അപ്പുറവും ഇപ്പുറവും നടന്ന് പുറത്ത് പൊതിരെ തല്ലുകൊണ്ട് പൊളഞ്ഞെഴുന്നേറ്റുകൊണ്ട് ആ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, മക്കളെ മാസ് ബറജമലുക്കുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും ഒട്ടകത്തിന് എന്തൊരു ക്ഷമയാണ് മക്കളെ എന്ന്. നമ്മൾ ആലോചിച്ച് നോക്കൂ. ആ സ്നേഹമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹിയുടെ ആ സ്വഭാവ മഹിമ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്നുള്ള ആ ഒരു കാര്യം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കണം. വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, കഴിഞ്ഞ ആഴ്ച വ്യക്തമായി വിശദീകരിച്ച കാര്യമാണ്. ആ രണ്ടാമത്തെ ഷഹാദത്ത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പൂർണ്ണമായി പ്രാവർത്തികമാക്കാൻ നമ്മൾ സന്നദ്ധമാകുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത് ഉസീകും വഇയ്യാ ബിത്തഖ്വല്ലാഹ്. ഖാല അല്ലാഹു തആല ഫീ ഖുർആനിഹിൽ കരീം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അദ്ദേഹത്തിൻ്റെ ചര്യയോടുള്ള സ്നേഹമാണ്. അദ്ദേഹത്തെ ഇത്തിബാ ചെയ്യുകയാണ്. അതെല്ലാ രംഗത്തും നമുക്കുണ്ടാകണം എന്ന്, അത് നമസ്കാരത്തിലും നോമ്പിലും ഇബാദത്തുകളിലും ആരാധനാ കർമ്മങ്ങളിലും എന്നതുപോലെ തന്നെ നമ്മുടെ സ്വഭാവ പെരുമാറ്റ മര്യാദകളിലും നമ്മുടെ സംസ്കാരത്തിലും അത് പ്രകടമാകേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അവിടെയാണ് വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, അങ്ങ് ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു എന്ന വിശുദ്ധ ഖുർആൻ പ്രവാചകന് നൽകിയിരിക്കുന്ന ആ സാക്ഷ്യപത്രം അത് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ എല്ലാ രംഗത്തുമുള്ള ഈ കാരുണ്യ മനോഭാവം നമ്മൾ പരിശോധിച്ച് നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മല്ലം യർഹം സഗീറനാ വലം യുവക്കിർ കബീറനാ ഫലൈസ മിന്ന,
തന്നെക്കാൾ ഇളയവരോട് കാരുണ്യം കാണിക്കാത്തവരും മുതിർന്നവരെ ബഹുമാനിക്കാത്തവരും നമ്മിൽപ്പെട്ടവരല്ല എന്ന് പഠിപ്പിക്കുകയാണ്. നമ്മൾ ആലോചിച്ചു, അത്ര വ്യക്തമാണ്. ചെറിയവരോട് കരുണ കാണിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ഭാഗമായിട്ട്, അവൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി, മുസ്ലിം സൊസൈറ്റിയുടെ പ്രകടമായ ഗുണവിശേഷമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ തിരിച്ച് മാതാപിതാക്കളെ കുറിച്ച് പറയുന്നിടത്ത് നോക്കൂ, നമ്മൾ അവിടെയും അള്ളാഹു മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന് പറഞ്ഞതിന് ശേഷം വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞിട്ട് വിശദീകരിക്കുന്ന എന്താണ്? വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, അവരുടെ മുമ്പിൽ വിനയത്തിന്റെ ചിറക് കാരുണ്യത്തോടുകൂടി നിങ്ങൾ താഴ്ത്തി കൊടുക്കണം എന്നാണ്. നമുക്ക് നമ്മൾ ആ പ്രയോഗം എത്ര അർത്ഥവത്താകുന്നു എന്ന്. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, വിനയ ചിറക് താഴ്ത്തുക എന്ന് പറഞ്ഞാൽ വിനയം, വിനയത്തിന്റെ ചിറക് താഴ്ത്തുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വിനയം, കാരുണ്യത്തോടുകൂടി താഴ്ത്തുക എന്ന് പറഞ്ഞാൽ എത്ര മഹത്തരമാകുന്നു എന്ന് ചിന്തിക്കുക. അപ്പോൾ ഉപ്പയോടും ഉമ്മയോടും മാതാപിതാക്കളോട് നമ്മൾ കാണിക്കേണ്ട ആ കാരുണ്യവും വിനയവും അതും മതം പഠിപ്പിക്കുന്നു. മാത്രമല്ല അവിടെ പിന്നീട് പഠിപ്പിക്കുന്ന പ്രാർത്ഥന എന്താണ്? ഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, നീ പറയുക അവർ രണ്ടുപേരും ഞങ്ങളോട് കാരുണ്യം കാണിച്ചതുപോലെ നീ അവരോട് കാരുണ്യം കാണിക്കണമേ. നമ്മൾ എത്ര ഉപ്പയും ഉമ്മയും ചെയ്ത ആ നന്മകൾക്ക് നമ്മൾ തിരിച്ചങ്ങോട്ട് കൊടുത്താലും പ്രതിഫലമാകില്ല, പൂർണ്ണമായി നീതി വളർത്താൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ആ കാര്യം അള്ളാഹുവിനോട് പറയാൻ, പടച്ചവനെ ചെറുപ്പത്തിൽ എത്ര കാരുണ്യത്തോടു കൂടിയാണ് അവർ നമ്മെ വളർത്തിയത്, നമ്മെ പരിഹരിച്ചത്, നമുക്ക് വേണ്ട എല്ലാം ചെയ്തു തന്നത്. ആ മാതാപിതാക്കളോട് നീ അവർ ഞങ്ങളോട് കാണിച്ച കാരുണ്യം പോലെ നീ അവരോട് കാരുണ്യം കാണിക്കണമേ നാഥ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുമ്പോഴും കാരുണ്യമാണ്. അപ്പോൾ നോക്കൂ, നമ്മൾ പ്രവാചകന്റെ ആ കാരുണ്യം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എങ്ങനെ നേരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രവാചകന്റെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹായുടെ സമീപത്ത് വന്നുകൊണ്ട് സ്വഹാബിവര്യന്മാർ ചോദിക്കുകയുണ്ടായി. ഖാല സഅൽതു ആയിഷ ഫഖുൽതു അഖ്ബിർനി അൻ ഖുൽഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദ് ബിൻ ഹിഷാം രേഖപ്പെടുത്തുന്ന ഹദീസ് പറയുന്ന ആളാണ്. ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് നിന്നുകൊണ്ട് ചോദിച്ചു, പ്രവാചകന്റെ സ്വഭാവം എന്താകുന്നു എന്ന്. ഫഖാലത്ത്, അപ്പോൾ അവർ മറുപടി പറഞ്ഞു, കാന ഖുലുഖുൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, എത്ര അർത്ഥവത്താണ് മറുപടി. ഖുർആൻ പറഞ്ഞിരിക്കുന്ന എല്ലാ സദ്ഗുണങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ ഉണ്ടായിരുന്നു. ഖുർആൻ വിലക്കിയിരിക്കുന്ന ഒരു ദുസ്വഭാവവും പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. ചെറിയ ഒരു സമീപന വ്യത്യാസം പോലും എത്ര ഗൗരവത്തോടു കൂടി അള്ളാഹ് കണ്ടു. അബ്ദുല്ലാഹി ബിൻ ഉമ്മ മക്തൂം എന്ന അന്ധനായ മനുഷ്യൻ പ്രവാചകന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു. ആ സന്ദർഭത്തിൽ ഗൗരവപരമായ ഒരു ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുറൈശി പ്രമുഖന്മാരുമായി മറ്റു മതസ്ഥരുമായി മതനേതാക്കന്മാരുമായി ഗൗരവപരമായ ഒരു ചർച്ചയിൽ അങ്ങോട്ട് കടന്നു വന്നിരിക്കുന്ന അബ്ദുല്ലാഹി ബിൻ ഉമ്മ മക്തൂമിനെ പ്രവാചകൻ ശ്രദ്ധിക്കാതെ പോയി. ഇത്രയേ സംഭവിച്ചുള്ളൂ. പക്ഷെ നമ്മൾ എന്താ കാണുന്നത്? 10 ആയത്തുകളാണ് സൂറത്തുൽ അബസയുടെ തുടക്കത്തിൽ അതുമായി പരാമർശിച്ചുകൊണ്ട് കടന്നു. കാരണം പ്രവാചകൻ മഅസൂമാണ്, പാപ സുരക്ഷിതത്വമുള്ളവനാണ്, ഒരു വീഴ്ച പോലും നിലനിൽക്കാൻ പാടില്ല. അതുകൊണ്ട് ചെറിയൊരു കാര്യം പോലും ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയും ലോകാവസാനം വരെ അബസവത്തവല്ല അൻ ജാഉല്ലഅമ എന്ന് ഞാനും നിങ്ങളും പാരായണം ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മുടെ മുഖഭാവങ്ങളിൽ പോലും സമീപനങ്ങളിൽ പോലും പെരുമാറ്റങ്ങളിൽ പോലും പുഞ്ചിരി പോലും സദഖയാകുന്നു എന്ന് പഠിപ്പിച്ച ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഉത്തമ ഗുണങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും ഉത്തമ സ്വഭാവത്തിന്റെ വ്യക്താക്കളും പ്രയോക്താക്കളുമായി ജീവിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിരിക്കുന്ന എല്ലാ പാകപ്പിഴവുകളും അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പാക്കുമാറാകട്ടെ. കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് പടച്ച തമ്പുരാൻ ആശ്വാസം നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുകയും ആരോഗ്യം മെച്ചപ്പെടുത്തി കൊടുക്കുകയും ആരോഗ്യത്തോടുകൂടിയുള്ള ആയുസ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബക്കാർ, സ്വന്തക്കാർ, ബന്ധുക്കൾ, മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. നാഥ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണമേ. അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. കുടുംബസമേതമുള്ള സ്വർഗ്ഗപ്രവേശം ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും നീ കനിഞ്ഞരുളണമേ നാഥ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് നാഥ, അവർക്ക് നീ ആശ്വാസം നൽകണമേ. പ്രവാചകന്റെ ചര്യ മുറുകെ പിടിച്ചുകൊണ്ട് ഒരിക്കലും ബിദ്അത്തുകളിലേക്ക് മാറിപ്പോകാതെ പ്രമാണങ്ങളുടെ പിൻഫലത്തോടുകൂടി മാത്രം കർമ്മങ്ങൾ നിർവഹിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദുകളിലും മുത്തഖീകളിലും ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا. اللهم أحينا للكتاب والسنة. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصر إخواننا في كل مكان اللهم انصر إخواننا في كل مكان اللهم انصر إخواننا في كل مكان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار يا أرحم الراحمين.